ലോക മുസ്ലിങ്ങൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷത്തിലാണല്ലോ. എല്ലാവർക്കും ഈദ് ആശംസകൾ നേരുകയാണ്. സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഈദ് കൊണ്ടാടാൻ സർവശക്തൻ നമ്മെ തുണയ്ക്കുമാറാവട്ടെ. എല്ലാവരും വലിയ ഹാപ്പിയിലാണ്, സന്തോഷത്തിലാണ്. ഒരു ബലിപെരുന്നാളിൻ്റെ സുദിനത്തിൽ നമുക്കതിൽ ഇവരോടൊപ്പം നമുക്ക് ചേരാം. ഓക്കെ. പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു ആഘോഷങ്ങൾ പോലെയല്ല. ഞാനിങ്ങനെ എന്താ പറയുക, ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ആലോചിച്ചൊരു കാര്യം, ഇപ്പോൾ നമ്മൾ വീട്ടിൽ കല്യാണങ്ങളൊക്കെ ഉണ്ടാവും, അതല്ലാത്ത ആഘോഷങ്ങൾ പേഴ്സണലി നമുക്ക് ഉണ്ടാവും. നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടം തന്നെ മൈന്യൂട്ടായ കാര്യങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളൊരു കൾച്ചറാണല്ലോ പൊതുവെ സൊസൈറ്റിക്കുള്ളത്. അപ്പോൾ പക്ഷേ ഈ ഒരു ആഘോഷത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതൊരു ആരാധനപരമായിട്ട് ആഘോഷം. കല്യാണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ എനിക്കാണ് ആഘോഷം ഉണ്ടാവുള്ളൂ. എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കോടെ നിങ്ങൾക്ക് എത്ര സന്തോഷം ഉണ്ടായിക്കോണമെന്നില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു നാടിൻ്റെ ആഘോഷമാവും, ചിലപ്പോൾ ഒരു സ്കൂളിൻ്റെ കോളേജിൻ്റെ ഒക്കെ ആഘോഷം ഉണ്ടാവുള്ളൂ. പക്ഷെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഇന്ന് വിശ്വാസി ലോകം മുഴുവനും, അല്ലെങ്കിൽ ഒരു സമൂഹം, ഒരു നാടും, ലോകം മുഴുവനും എന്ത് ചെയ്യാണ്, ആഘോഷത്തിലാണ്. അപ്പോൾ പെരുന്നാൾ അങ്ങനെ ഒരു സമൂഹമായിട്ട് ആഘോഷിക്കേണ്ട ഒരു ആഘോഷമാണെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ആഘോഷത്തിൻ്റെ ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ പെരുന്നാളാണ് ഒന്ന് പ്രധാനപ്പെട്ടതാണ് നിസ്കാരം എന്നുള്ളത്, അല്ലേ, ആരാധന. ബലിപെരുന്നാളായതുകൊണ്ട് ഉലുഹിയത്ത്, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ സംഘടിതമായിട്ടാണ് ഒരുമിച്ചിട്ടാണ് ആഘോഷിക്കണം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോണത്, അപ്പോൾ ഈ ഒരു വിഷയം സ്വാഭാവികമായിട്ടും എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം വെച്ചാൽ ഇങ്ങനെ സാമൂഹികമായിട്ട് എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കേണ്ട ഈ ആഘോഷത്തിൽ പല കാരണങ്ങൾ കൊണ്ട് വിട്ടു നിൽക്കുന്ന ആൾക്കാരുണ്ടാവും, സാധിക്കാത്ത. നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യില്ല, ഇപ്പോൾ നമ്മളെ വേണ്ടപ്പെട്ടവരോട് കൂടി ആഘോഷിക്കുമ്പോൾ വിട്ടു നിൽക്കുന്ന ആളുകളെ കുറിച്ച് ചിന്തിക്കില്ല, ചിലപ്പോൾ നമ്മൾ അറിയും കൂടില്ല. അങ്ങനത്തെ കുറേ ആളുകൾ സൊസൈറ്റിയിലുണ്ട്. അപ്പോൾ അതൊക്കെ ആരൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് നമ്മളൊന്നിങ്ങനെ. തീർച്ചയായിട്ടും നമ്മൾ ഈ സാമൂഹികമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു മഹലിൻ്റെ കീഴിലൊക്കെ നടത്തപ്പെടുന്നത് അങ്ങനെ നടക്കും. അതല്ലാതെ സൊസൈറ്റിയിൽ ഇതിൽ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഇല്ലാത്തവർ, പട്ടിണിപ്പാവങ്ങൾ, അതേപോലെ തന്നെ അനാഥാലയങ്ങളിൽ കഴിയുന്നവർ, യുദ്ധക്കെടുതിയിലൂടെയൊക്കെ കടന്നു പോകുന്ന അഭയാർത്ഥി ക്യാമ്പിലുള്ളവർ, മെഡിക്കൽ കോളേജുകളിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നവർ, അവരുടെ കൂട്ടിരിപ്പുകാർ, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതിലൊക്കെ അപ്പുറം എല്ലാ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായിട്ടും ഈ പറഞ്ഞ കൂട്ടത്തോടു കൂടിയുള്ള ബലികർമ്മത്തിലും അതുപോലെ തന്നെ പള്ളിയിലുള്ള ആരാധനയിലൊക്കെ പങ്കെടുക്കുന്നതിലപ്പുറം ഈ ഒരു ആഘോഷത്തിനൊരു രസവും അതൊന്നും കിട്ടാത്ത എത്രയോ ആളുകളുണ്ട്. ഇത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നിട്ട്, ഞാനിങ്ങോട്ട് വരുമ്പോൾ പറയണമെന്ന് ആലോചിച്ചല്ല, പക്ഷെ എനിക്ക് പറയുമ്പോൾ എന്താ ഒരു ഫീലിംഗ് പോലെ. എന്താ വെച്ചാൽ എൻ്റെ സുഹൃത്തിന് ഈ 2026 റമദാനിൻ്റെ കുറച്ച് മുമ്പ് ഒരു ചെറിയ വളരെ 9 മാസം, ഇപ്പോൾ ഒരു വയസ്സൊക്കെ ആയിട്ടൊരു കുട്ടിക്ക് ബ്ലഡ് ക്യാൻസർ കണ്ടെത്തുകയാണ്. ആ കണ്ടെത്തിയ ആ സമയം മുതൽ ഇപ്പം നമ്മളിങ്ങനെ സംസാരിക്കണ ഈ ദിവസവും ഒരു കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലിൽ ഈ കീമോതെറാപ്പിക്ക് കുട്ടിക്കിനെ ഹോസ്പിറ്റലിൻ്റെ അടുത്തൊരു വീടെടുത്തിട്ട് നോമ്പ് മുഴുവൻ ദിവസവും അവിടെയാണ്. ഇപ്പോൾ ഈ ദിവസമൊക്കെ അവിടെയാണ്. അവൻ്റെ ഉപ്പ, അമ്മ, അവൻ്റെ മൂത്ത കുട്ടി, ഇവരൊന്നും കാണാൻ അവരെ പോകാൻ കഴിയാതെ ഇപ്പോൾ ഞാൻ മനസ്സിലായി, ഈ കുട്ടിക്ക് ചിലപ്പോൾ പുതിയ ഉടുപ്പെടുത്ത് കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ഈ പുതിയ ഉടുപ്പെടുത്തിട്ടും ഇന്നും നാളെയായിട്ട് കുട്ടി പോണത് ഈ കീമോ ചെയ്യാൻ വേണ്ടി പോയ വയസ്സാണ്. അപ്പോൾ അത് ആലോചിക്കുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനത്തെ കുറേ ആൾക്കാരുണ്ടാവും കേട്ടോ. അപ്പോൾ എനിക്കറിഞ്ഞൊരു കേസാണ്, നിങ്ങൾക്ക് അറിഞ്ഞ വേറെ കേസ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ സന്തോഷിക്കാനുള്ള ആൾക്കാർ കൂടെ ഉണ്ട്, പൈസ ഉണ്ട്, ഉടുപ്പ് വാങ്ങാനുള്ള ക്യാഷും ഉണ്ട്, ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ അവസ്ഥ കൊണ്ട് സന്തോഷം ഇങ്ങോട്ട് പുറത്തേക്ക് വരാത്ത ആളുകളുണ്ട് ഈ പെരുന്നാളിനുണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, അവർക്ക് നമുക്ക് അവരെക്കുറിച്ച് അറിയാം, അവരെക്കുറിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് ഒരു വ്യക്തി എന്ന നിലക്കും ഒരു വിശ്വാസി എന്ന നിലക്കും നമുക്ക് അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവരെ അറിയാനും അവരുടെ മനസ്സിൽ, ഒരു കുടുംബത്തിൻ്റെ, ഒരു വ്യക്തിയുടെ, ഒരു വിശ്വാസിയുടെ ഒക്കെ മനസ്സിൽ ഇത് ഏറ്റവും രസകരമായ രൂപത്തിലേക്ക് ഒരു ആഘോഷമാക്കി മാറ്റാൻ ചിലപ്പോൾ ഒരു ചെറിയ ടച്ചിങ് മതിയാവും, ചിലപ്പോൾ അവരെ ഒന്ന് നേരിട്ട് പോയ സന്ദർശനം മതിയാവും, നേരത്തെ പറഞ്ഞ പോലെ കോള് മതിയാവും, ചിലപ്പോൾ മറന്നിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ ഒന്ന് വിളിച്ചിട്ട് ജസ്റ്റ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്, സഹതാപത്തിൻ്റെ വിളി എന്നല്ല വിളിക്കേണ്ടത്. നോർമലി പെരുന്നാളിന് വിളിക്കണം, ആശംസ അറിയിക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു പ്രസൻസ് എന്ത് ചെയ്യും, അവർക്കൊരു ആ ഒരു പ്രയാസത്തിൽ നിന്ന്
ഹാപ്പിനെസ് നൽകും. ഓക്കെ, ഈ ഒരു സംസാരത്തിൻ്റെ നല്ലൊരു പോയിൻ്റായിട്ട് എനിക്ക് തോന്നുന്നത്, വലിയ കാര്യമല്ല, പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്കത് മനോഹരമാക്കാൻ പറ്റും. ഇപ്പം മക്കളൊക്കെ വിദേശത്തായിരിക്കും, അല്ലെങ്കിൽ ഉമ്മയും ഉപ്പയും ആ മക്കളോട് ഒപ്പമാകൂല. പക്ഷേ നമ്മൾ ആ ഉമ്മയും ഉപ്പയുടെയും സന്തോഷത്തിന് വേണ്ടി ഇതിന് ഒരു പക്ഷേ നമുക്ക് ഡയറക്റ്റ് സന്ദർശിക്കാൻ പോലും പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? നിങ്ങൾ പറഞ്ഞ വളരെ ശരിയാട്ടോ. പിന്നെ ഒരുപാട് വീടുകളുണ്ട്. ഇപ്പം നമ്മൾ പലപ്പോഴും പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കില്ല എന്താണെന്നറിയോ, പെരുന്നാൾ ഡ്രസ്സ് വാങ്ങാൻ പൈസ ഉണ്ടാവില്ല, ഇറച്ചി വാങ്ങാൻ പൈസ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അനാഥരാകും. പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും പെരുന്നാൾ സന്തോഷമില്ലാത്ത ആൾക്കാരുണ്ട്. ഇപ്പം എങ്ങനെയാ വെച്ചാൽ പിന്നെ എന്താ പറയുക, വലിയ വീടാവും, ഭക്ഷണം ഉണ്ടാക്കാൻ ആളുണ്ടാവും, ഭക്ഷണം വീട്ടിൽ കെട്ടിക്കെടുക്കാവും, പക്ഷേ പ്രായമായ വാപ്പിമ്മയും മാത്രം ഉണ്ടാവും. കൂടെ പെരുന്നാൾ ആഘോഷിക്കേണ്ട മക്കളും പേരക്കുട്ടികളും വിദേശത്താവും. അപ്പോൾ അവർക്ക് പള്ളിയിൽ പോയി നിസ്കരിച്ച് വരിക, ഒരേ പേരിൽ ഒറ്റക്കാണ്. പിന്നെ അവരെപ്പോഴും സന്തോഷിക്കാൻ തരുമോ, മക്കളെ വീട്ടിൽ നിന്നൊക്കെ കെട്ടിച്ച മോളെ വീട്ടിൽ നിന്ന് രണ്ടാം പെരുന്നാൾക്കൊക്കെ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ രണ്ടാം പെരുന്നാൾക്കാണ് ശരിക്കും പെരുന്നാളിൻ്റെ സന്തോഷം ഉണ്ടാവണം. സത്യത്തിൽ പെരുന്നാളെന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരുടെ കൂടെ ആഘോഷിക്കേണ്ട സാധനം. ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് എങ്ങനെയെങ്കിലും പറ്റില്ല ഒഴിവാക്കാം, എങ്ങനെയെങ്കിലും പ്രിയപ്പെട്ടവരുടെ കൂടെ പെരുന്നാളിൽ എത്തുക എന്നുള്ളത് അത് വലിയ കാര്യം. പെരുന്നാളിൻ്റെ ദിവസം ഉണ്ടാവുക എന്നുള്ളത് അതങ്ങനെ ഒരു പെരുന്നാൾ വാപ്പാൻ്റെ ഉമ്മാൻ്റെ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട കൂടെ ആഘോഷിക്കാം. പിന്നെ നമ്മൾ എത്ര സമ്പാദിച്ചിട്ടും ഈ നേടിയിട്ടൊക്കെ അത് എന്തിനാന്നൊക്കെ മനസ്സിലാവണില്ല. അപ്പോൾ എന്നാലും അത് പറ്റാത്ത പിന്നെ ബുദ്ധിമുട്ടുള്ളവരുണ്ടോ, അതോ അവരുടെ സാഹചര്യം പോട്ടെ. പക്ഷെ എന്നാലും മാക്സിമം നമ്മൾ ഉറപ്പുവരുത്തേണ്ട കാര്യം പ്രിയപ്പെട്ടവരുടെ കൂടെ ഉണ്ടാവണം പെരുന്നാളിനെന്നുള്ളതാണ് ശരിക്കും. ആ ഒരു പകലിൽ പരമാവധി നമ്മൾ അവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹിക്കുന്നവരെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പരമാവധി നമ്മൾ അന്ന് അവരെ കൂടെ കൂടാൻ ശ്രമിക്കുക. ചില ആളുകൾ പരമാവധി വീട്ടിലുണ്ടാവും, പക്ഷെ അതൊരു ശല്യമായിട്ടും പ്രയാസമായിട്ടും ഒക്കെയാണ് ഉണ്ടാവുക. ഇപ്പോൾ ഇതിലൊക്കെ എന്താ വെച്ചാൽ പിന്നെ ചില ആളുകളൊക്കെ ഇപ്പോൾ രാത്രിയെന്നൊക്കെ ഉറക്കൊഴിച്ച് രാവിലെ പിന്നെ സുബൈക്ക് പിന്നെ കിടക്കാതെ ഭക്ഷണം കഴിച്ചിട്ട് ഒറ്റ ഉറക്കാണ്, 4 മണി കിടന്ന് ഉറങ്ങും. നമ്മളൊക്കെ പല വീട്ടിലും കാണാം. എന്നിട്ട് ഈ ഭാര്യയും ഈ കുട്ടികളൊന്നും എന്ത് വെച്ചാൽ അവർ പിന്നെ ഇങ്ങനെ അവിടെ കട്ട പോസ്റ്റായിരിക്കുക, എന്നിട്ട് വൈകുന്നേരം നാളെ പോവാം ഭാര്യ വീട്ടിൽ. പക്ഷെ ചിലപ്പോൾ എന്താണെന്നറിയോ, ഈ വൈഫും കുട്ടികളും അല്ലെങ്കിൽ ഇവർ അവരെ വീട്ടിലേക്ക് എത്തിയാലാണ് അവിടുത്തെ വാപ്പാക്കുമ്മാക്കും സന്തോഷം പെരുന്നാൾ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അവർ ഒറ്റപ്പെട്ട് ഇങ്ങനെ നിൽക്കും. നമ്മളെ ഡ്യൂട്ടിയാണത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ പെരുന്നാളിന് നമ്മളെ എന്ത് ചെയ്യണം വെച്ചാൽ ആ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തുക എന്നുള്ളത് സന്ദർശനം എന്നൊക്കെ ഉള്ളത് ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതും കൂടി അത് ഈ സന്തോഷത്തിനിടയിലും സന്തോഷിക്കാതിരിക്കുന്നവർ നമ്മൾ പറഞ്ഞു വെക്കുന്നത് പാവപ്പെട്ട അനാഥരും അഗതികളും മാത്രമല്ല എന്നാണ് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ എനിക്ക് തോന്നിയൊരു കാര്യം. പലരും പല രൂപത്തിലാണ് അതിന് സന്തോഷിക്കുന്നത്, പല രൂപത്തിലാണ്. ചിലപ്പോൾ ഈ മതത്തിൻ്റെ ഈ ഒരു ആരാധന ഒരു ഇബാദത്താണെങ്കിൽ പോലും അവിടെ അന്നത്തെ ദിവസം അത് വെറുതെ പുകവലിച്ചും അങ്ങാടിയിൽ സൊറ പറഞ്ഞിരുന്നും വലിയ ആ രൂപത്തിലുള്ള ആഘോഷങ്ങൾ എങ്ങനെ കള്ളു കുടിച്ച് അല്ലെങ്കിൽ ആ രൂപത്തിൽ ഒരു മതത്തിനപ്പുറത്ത് ആഘോഷിക്കുന്നവർ അതിൽ ഇല്ല എന്ന് പറഞ്ഞുകൂടാ. അപ്പോഴും ആഘോഷത്തിൻ്റെ മാധുര്യമോ ഈ പറഞ്ഞ സന്തോഷമൊന്നും അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞപ്പോൾ എനിക്ക് കേട്ട സാധനം പ്രവാസികളുടെ കാര്യം. പിന്നെ ഞാൻ പ്രവാസിയല്ല കേട്ടോ, ഞാനൊരു പ്രവാസി ആയിട്ടില്ല, ഉമ്രയ്ക്ക് വേണ്ടി മാത്രമേ പോയിട്ടുള്ളൂ. പക്ഷേ പറഞ്ഞു കേട്ടിട്ടുണ്ട് പ്രവാസികൾ പെരുന്നാളെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക, പള്ളിയിൽ പോവുക, ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക, ഇതാണ് പെരുന്നാളെന്ന്. അപ്പോൾ പിന്നെ അവർ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കാൻ വേണ്ടി അവിടെ പോയി ചിലപ്പോൾ ഈ നാട്ടിലേക്കുള്ള പെരുന്നാൾ ആഘോഷിക്കാനുള്ള വസ്തുക്കളൊക്കെ അയച്ചു കൊടുത്തൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് പ്രിയപ്പെട്ടവർ കൂടെ ഇല്ലാത്തൊരു വിഷമം അത് ഭയങ്കര. നാട്ടിൽ നിന്നൊക്കെ ചിലപ്പോൾ പഴയ പോലെ എല്ലാവരും കൂടി തറവാട്ട് കൂടുക, തറവാട്ടിലെല്ലാവരും ഉണ്ടാവും, അപ്പം ഞാൻ മാത്രം അവിടെ ഇല്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പം അതും ഒക്കെ ഒരു പ്രയാസമാണ്. പെരുന്നാളിന് പൂർണ്ണമായും പിന്നെ പ്രിയപ്പെട്ടവരുടെ കൂടെ സന്തോഷിക്കാൻ പറ്റാത്ത ആൾക്കാരും ഉണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ രോഗികൾ പറ്റാവുന്ന അത്ര സന്ദർശനം നടത്താൻ പറ്റിയാൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് വലിയ മാലാഖമാരുടെ സാന്നിധ്യവും പ്രാർത്ഥനയൊക്കെ ലഭിക്കുന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ വലിയ ചിലപ്പോൾ ഒരു പക്ഷേ ആ ഒരു തലോടൽ അത് ഒരു പെരുന്നാൾ എന്നതിലുപരി ആ രോഗിയിൽ വലിയ സ്വാധീനം ഉണ്ടാവും, വലിയ ആശ്വാസം അവർക്കുണ്ടാവും. ഈ രോഗിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ രോഗിക്ക് ഇപ്പോൾ എല്ലാവരും കാണണമെന്നുണ്ടാവും, പക്ഷെ അവർക്ക് ഇങ്ങോട്ട് വന്ന് കാണാൻ കഴിയില്ലല്ലോ, നമ്മൾ അങ്ങോട്ട് ചെന്നാലേ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ആ പ്രാർത്ഥനയും ആ സന്ദർശനവും ഒക്കെ അവരോട് നേരത്തെ സൂചിപ്പിച്ച ഒരു സഹതാപത്തിൻ്റെ പുറത്തല്ല, അതിലപ്പുറം അവരെ സന്ദർശിച്ച് കൊണ്ടിരുന്നൊരു ഭാഗം. അപ്പോൾ അല്ലാത്ത സന്ദർഭങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ച ഈ അനാഥാലയങ്ങൾ, ഈ അഗതി മന്ദിരങ്ങൾ, അവർക്കൊക്കെ നമുക്ക് എന്താ ചെയ്തു കൊടുക്കുക. ചിലപ്പോൾ അവർക്കൊരു പൈസ കൊടുക്കാൻ എടുത്തുണ്ടാവില്ല, നമ്മളെ കുടുംബം തന്നെ നമ്മൾ ആ രൂപത്തിലായിരിക്കും, നമ്മൾ സാധാരണ കുടുംബമാവും. പക്ഷെ അവരെ ഓർത്തുകൊണ്ട് ഒന്ന് അവർക്ക്
കിട്ടാത്തതിൽ പടച്ചോൻ നമുക്ക് നൽകിയതിൽ അള്ളാഹുവിനോടുള്ള അടുപ്പവും സാമീപ്യമൊക്കെ കൂട്ടിക്കൊണ്ടുള്ള ഒരു അള്ളാഹുവിനോടുള്ള അനുഗ്രഹത്തിന് നന്ദി സൂചകമായുള്ള ജീവിതം നയിക്കാം. 2, അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റും ചെയ്തു കൊടുക്കുക. അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഏറ്റവും ചുരുങ്ങിയത് ആ രൂപത്തിൽ ഈദിൻ്റെ ഈ ദിനങ്ങളിലെങ്കിലും നല്ല പ്രാർത്ഥന കൊണ്ടൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും. ഈ അഭയാർത്ഥി ക്യാമ്പിലൊക്കെ ഉള്ള ആളുകൾക്ക് ഇന്നെന്താ ഇപ്പോൾ അവർക്ക് എന്നുള്ള പട്ടിണി എന്നെന്നും. അപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് മാക്സിമം നമ്മളെ കൊണ്ടാവുന്ന രൂപത്തിൽ എല്ലാവരെയും ഉൾക്കൊണ്ട് എല്ലാവരെയും ചെറിയവരെയും വലിയവരെയും ഈ ഇപ്പോൾ ഗസയിലേക്കുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് പിന്നെ ഇങ്ങനത്തെ ഒരു പുത്തനുടുപ്പൊക്കെ വാങ്ങിയിട്ട് വരുന്ന ഞാൻ ഉണ്ടാവും സാധ്യത കുറവാണ്. കാരണം അവരുടെ ജീവവായുവും വെള്ളവും ഭക്ഷണവും അവരുടെ പ്രാഥമികമായ അടിസ്ഥാനപരമായത് പോലും ഇല്ലാത്ത ക്യാമ്പുകളും സിറ്റുവേഷനാണ്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ വരാൻ സാധ്യതകളില്ല. ഭക്ഷണങ്ങളൊക്കെ വീടുണ്ടാവില്ല പോയി നിസ്കരിക്കാൻ പള്ളികളോ അവർക്ക് അങ്ങനെ ഉള്ള സ്വസ്ഥമായി ഇരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളോ വീട് പോലും ഇല്ല. സ്വസ്ഥത കിട്ടാൻ നമ്മളെ വീട്ടിൽ ആരോടും ഒന്നും പറയണ്ടല്ലോ ഇരിക്കാൻ. പക്ഷെ പുറത്ത് പബ്ലിക്കിൽ ഒരു ചാൻസും ഇല്ലാത്ത സാഹചര്യം. ഞാൻ ചിലപ്പോൾ എൻ്റെ ക്ലാസ്സിലെ കുട്ടിയോട് പറയലുണ്ട്, നിങ്ങൾ ഈ അനാഥരെന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അനാഥരെ നിങ്ങൾ കണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കും, വസ്ത്രം കൊടുക്കും, പൈസ കൊടുക്കും. നമ്മളെ വിചാരം അനാഥർക്ക് പൈസയും ഭക്ഷണവും വസ്ത്രമൊക്കെ വേണ്ടെന്നാണ്. പക്ഷെ അവരുടെ സത്യത്തിലുള്ള നഷ്ടം എന്താ വെച്ചാൽ ഇതൊന്നുമല്ല. വസ്ത്രം വേണം ഭക്ഷണം വേണമെന്ന് പറയാനൊരു ഉപ്പയില്ലാത്തതാണ് അവരുടെ പ്രശ്നം. അപ്പോൾ ഈ ഗസയിലൊക്കെ ഉള്ള ഒരുപാട് കുട്ടികളുണ്ടാവല്ലോ. അപ്പോൾ എന്താ പറയുക, പിന്നെ പെരുന്നാൾ കൂടെ ആഘോഷിക്കാൻ വാപ്പിയും ഇല്ല എന്നുള്ള, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു വസ്ത്രം മേടിച്ച് തരാൻ നമ്മളിങ്ങനെ ഒരു കൂട്ട് 2 കൂട്ട് അതിനുള്ള ടെക്സ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്നത്തെ ദിവസത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ടാവല്ലോ. ഇന്ന് രാവിലെ തന്നെ നമ്മളെ കുട്ടികൾ ഇപ്പോൾ ഇവൻ്റെ ചെറിയ മോൾക്ക് 1 വയസ്സാണ്. ഈ കുട്ടികൾക്ക് വരെ റിബണ് വരെ സെറ്റാണ്, ഈ മാച്ചൊക്കെയുള്ള റിബണ് വരെ. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ സെറ്റാക്കുമ്പോൾ നമ്മുടെ മക്കൾ അതേ പ്രായമുള്ള ആളുകൾ ഗസയിൽ അവരെ ഒരുക്കാൻ ഉമ്മയില്ല, കുളിപ്പിച്ചു കൊടുക്കാൻ ഉമ്മയില്ല, പള്ളി കൊണ്ടുപോകാൻ ഉമ്മയില്ല, അവർക്ക് പോകാനൊരു വീടില്ല. ഇന്ന് ഇഷ്ടപ്പെട്ട ചിലപ്പോൾ നമ്മൾ ചുട്ടോട് ചോദിക്കുന്നത് എന്താ വേണ്ടത്, മന്തി വേണോ ബിരിയാണി വേണോ, കുട്ടികളാണ് പറയുക ഈ സ്പെഷ്യൽ വേണം. അപ്പോൾ അങ്ങനെ അവരോട് ചോദിച്ച ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ആളില്ല, അവരാരോ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ അറിയണമല്ലോ, അപ്പോഴേ നമുക്ക് പഠിച്ചവൻ എത്രത്തോളം നമുക്ക് അനുഗ്രഹം തന്നു മനസ്സിലാവുള്ളൂ. കഴിഞ്ഞ റമദാൻ തൊട്ടടുത്ത റമദാനിൽ ഒരു ഏകദേശം രാത്രി 11:45 ആകുന്ന സമയത്ത് അവിടുത്തെ ഒരു റിപ്പോർട്ടർ അൽ ജസീറ തോന്നുന്നുണ്ട്, ഒരു പഴയ ഒരു പൊട്ടിയ ഗ്രില്ല് പിടിച്ചിട്ട് ഒരു കൂട്ടം കുട്ടികളും മുതിർന്നവരും ആണും പെണ്ണൊക്കെ ഇങ്ങനെ പുറത്തോട്ട് ദയനീയമായി നിൽക്കുന്നൊരു ഫോട്ടോ റിപ്പോർട്ടർ ഇവിടുന്ന് ഇങ്ങനെ എടുത്തിടുന്നുണ്ട്. അവർ രാത്രി 11:45 ആരെങ്കിലും ഒരു റൊട്ടിക്കഷ്ണോ എന്തെങ്കിലും കൊടുക്കുമോ എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്നവരാണ് അവർ. അപ്പോൾ ആ പകലിൽ അവരൊന്നും കഴിച്ചിട്ടില്ല. കഴിഞ്ഞ പകലിലൊന്നും അവർ ഒന്നും കഴിക്കാതെ നോമ്പ് എടുത്തുകൊണ്ടിരിക്കുക. നോമ്പ് തുറക്കാൻ ചിലപ്പോൾ എന്തെങ്കിലും വെള്ളം കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് രാത്രി നമ്മളൊക്കെ വീണ്ടും തരിക്കഞ്ഞും ഒക്കെ പാത്രം കാലിയാക്കി കിടന്നുറങ്ങുമ്പോൾ അവർ എന്തെങ്കിലും കിട്ടുമോ എന്ന് വിചാരിച്ചു രാത്രിയുടെ ഒരു വ്യൂവിലൊരു ഫോട്ടോ. ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ സാഹചര്യം. അപ്പോൾ അത് അറിയാണ്ട് നമ്മൾ പോവുക എന്നുള്ളത്, പെരുന്നാളത് അറിയാതെ പോയി. കാരണം പ്രത്യേകിച്ച് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ വിശ്വാസം ആരാധനയുടെ ഭാഗമാണ്. സമൂഹത്തിൽ ആഘോഷിക്കേണ്ട കാര്യമായതുകൊണ്ട് നമ്മളെ സമൂഹത്തിലെ ആളുകളെ അറിയാന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കൊടുത്തിട്ട് 2ാമത്തെ കാര്യമാണ്, അവർ നമ്മളെ അറിയണം. അപ്പോൾ അത് പുറത്തിപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നിയത് വെച്ചാൽ ചില വീട്ടിലൊക്കെ ഉണ്ടാവും, ഇപ്പോൾ ജ്യേഷ്ഠന്മാരെ വീടുകൾ അടുത്തടുത്താവും, അല്ലെങ്കിൽ കുടുംബക്കാരെ വീട് അടുത്തടുത്താവും, അല്ലെങ്കിൽ അയൽവാസികൾ ഭയങ്കര ബോണ്ടാവും. നമ്മളെ കേരളത്തിലെ സിസ്റ്റം അങ്ങനെയാണല്ലോ, പ്രത്യേകിച്ച് മലബാറിൽ. അപ്പോൾ തൻ്റെ വീട്ടിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഭർത്താവ് ഉണ്ടാവും, മക്കളുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. പക്ഷേ ഈ ഭർത്താവ് ഒരു പക്ഷേ ദീനീപരമായിട്ടുള്ള ആളാവില്ല. ചിലപ്പോൾ അങ്ങനെ വളരെ മോശമായി മദ്യപിച്ചിട്ടോ അല്ലെങ്കിൽ പെരുന്നാളിന് പോലും മദ്യപിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. അപ്പോൾ ഭർത്താവായിട്ടൊരു ഈ സഹോദരിക്ക് ഒരു പക്ഷേ ഒരു മാക്സി പോലും മേടിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല. സ്വന്തം കുട്ടിയൊക്കെ ഡ്രസ്സ് മേടിച്ചു. എന്നാൽ ഇതേ പ്രായമുള്ള ആളുകൾ അപ്പുറത്തെ വീട്ടിൽ നല്ല ഉടുപ്പ് വാങ്ങി പെരുന്നാളിൻ്റെ അന്ന് ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ ഇവർക്ക് എന്താ വെച്ചാൽ ഇത് കാണും വല്ലാത്തൊരു വിഷമം. ചിലപ്പോൾ അവർ വിളിക്കും, ഈ അവസ്ഥ കണ്ടുങ്ങാണ്ട് ഇങ്ങോട്ട് പോരെ, അല്ലെങ്കിൽ കുട്ടിയൊക്കെ ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ വസ്ത്രം മേടിച്ചതെന്ന് പറയുമ്പോൾ ഇത് പോയി വാങ്ങേണ്ടി നിൽക്കേണ്ടി ഗതികേട്. ഒരു മനുഷ്യൻ്റെ ഒരു അഭിമാനം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. ഇങ്ങനെയൊക്കെ മാനസികമായിക്കൊണ്ട് ഒറ്റപ്പെട്ട് അങ്ങോട്ട് പോവാതിരിക്കുന്നില്ല. അവിടുന്ന് പെരുന്നാൾ ദിവസം വേഗം എക്സ്കേപ്പ് അടിക്കുക, അവൻ എന്നോടേക്ക് പോവുക. എന്താണ് ഈ ഒരു വഷളാവിൽ നിന്ന് ഒഴിവാവാൻ. ഇങ്ങനെയൊക്കെ വിഷമിക്കുന്ന ഒരുപാട് സഹോദരിമാർ, കുട്ടികളും അല്ലെങ്കിൽ മുതിർന്ന ആളുകളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അവരൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത് പെരുന്നാളിൻ്റെ ഒരു വ്യക്തിനെ ഓരോരുത്തരും പരസ്പരം മനസ്സിലാക്കിക്കൊണ്ടുള്ളൊരു ഇടപെടലാണ്. കാരണം സമ്പത്ത് ഇല്ലാതിരിക്കുന്നത് കൊണ്ടല്ല അവർക്കാർക്കും സന്തോഷമില്ലാത്തത്.
വലിയ സമ്പത്തുണ്ട്, സൗകര്യങ്ങളുണ്ട്. പക്ഷേ ചെറിയ 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 എന്താ പറയുക, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടും നമ്മളെ കണ്ട് അത് ലഭ്യമാവാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ട്, വീട്ടിൽ ഒക്കെ ഉണ്ട്. അത് പറഞ്ഞ വേറെ കാര്യം വന്നത്, പിന്നെ എല്ലാം ഉണ്ട്. ഇപ്പോൾ ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര തെറ്റാണെങ്കിൽ പരസ്പര സംശയമാണ്. ഇവിടെ എത്ര വലിയ ബിരിയാണി വിളമ്പിയിട്ട് എന്താ കാര്യം? ഒരുമിച്ചിരുന്ന് കഴിക്കാനുള്ള സന്തോഷം ഉണ്ടാവും. അല്ലെങ്കിൽ മക്കളും വാപ്പിയും തമ്മിൽ മിണ്ടുന്നില്ല, അല്ലെങ്കിൽ ജ്യേഷ്ഠൻ തമ്മിൽ നമ്മൾ തെറ്റാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പെരുന്നാളിന് എന്തില്ല, സന്തോഷമില്ല എന്നുള്ളതാണ്. ഇസ്ലാമിലൊരു 3 ദിവസത്തിൽ കൂടുതൽ അല്ലേ മിണ്ടാതിരിക്കാൻ പാടില്ല എന്നാണ്. പക്ഷേ അവിടെ സത്യത്തിൽ അത് ഈ പെരുന്നാളിൻ്റെ സുദിനത്തിലെങ്കിലും നമുക്കൊന്ന് വെറുതെ ഒരു ഉപ്പാനെ സലാം പറയുക, അല്ലെങ്കിൽ ജ്യേഷ്ഠന്മാരെ തോളിൽ കൈയിടലല്ല, അതിലപ്പുറം ഒരു ആത്മബന്ധം, സംസാരം അറിഞ്ഞുകൊണ്ടുള്ള, അതൊരു മധുരം അനുഭവിച്ചുകൊണ്ടുള്ള. ഇപ്പം സാധനങ്ങളൊക്കെ മുമ്പിലുണ്ടായിട്ട് അതിൽ മധുരം പറ്റുന്നില്ല, മധുരം നുകരാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? അപ്പം അങ്ങനത്തെ ഒരു ആത്മബന്ധത്തിലേക്ക് ഈ പെരുന്നാൾ എത്തിയാൽ കുറേ പണം ചെലവഴിക്കാതെ വലിയ പെരുന്നാൾ കഴിഞ്ഞാലോ പെരുന്നാളിൻ്റെ ഓർമ്മ നിലനിൽക്കും. വലിയ റിസോർട്ട് ബുക്ക് ചെയ്തിട്ട് ഉള്ള ഓർമ്മയല്ല, അതിൻ്റെ കുറേ ഫോട്ടോസ് ഉള്ള ഓർമ്മയല്ല. അതിലപ്പുറം നമ്മുടെ ഈ ലളിതമായ സൗകര്യത്തിൽ നമ്മുടെ ഇതിനനുസരിച്ചിട്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഈ സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും ഒക്കെ അതിൽ നിന്ന് നമുക്ക് എന്നും നിലനിൽക്കുന്ന അല്ലേ ഒരു മധുരമായിട്ട് അതിനെ കാത്തു സൂക്ഷിക്കാം. സ്വയം സന്തോഷിക്കുകയും പ്രിയപ്പെട്ടവരോട് കൂടെ സന്തോഷം പങ്കിടാൻ പറ്റുകയും ചെയ്യുന്നൊരു പെരുന്നാളാണ്. അതാണ് നമ്മളിലൂടെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സന്തോഷം, അതായത് വിട്ടു നിൽക്കേണ്ട ഒരാൾ നമ്മളെ ഇടപെടലുകൾ കൊണ്ട് അവർക്ക് സന്തോഷം ഉണ്ടായി. നമ്മൾ അവിടെ ചെന്നിട്ട് അവിടെ സന്തോഷിപ്പിക്കാനുള്ള ശ്രമം നമ്മളായിട്ട് അത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പെരുന്നാൾ നമ്മൾ എന്തൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കുമോ, നിസ്സാരമാണെങ്കിൽ പോലും അല്ലേ. നിങ്ങളിങ്ങനെ പറഞ്ഞപ്പോൾ ഒരു എയർപോർട്ടിൽ നിന്ന് സ്ഥിരമായിട്ട് എയർപോർട്ട് ജീവനക്കാരെയും ആളുകളൊക്കെ കൊണ്ടുപോകുന്ന ഒരു ടാക്സി ഡ്രൈവർ, അദ്ദേഹം വർഷങ്ങളായിട്ട് അതിലാണ്. അദ്ദേഹം എന്ത് ചെയ്തു, 2026 കടന്നപ്പോൾ അദ്ദേഹം നല്ല വസ്ത്രം അണിയാൻ തുടങ്ങി. നല്ല വസ്ത്രം, വലിയ ലക്ഷറി അല്ല, മറിച്ച് നല്ല അടിപൊളി വസ്ത്രം അദ്ദേഹം അണിയാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം വണ്ടിയൊക്കെ നല്ല വൃത്തിയാക്കിയോടൊപ്പം അദ്ദേഹം വാഹനത്തിൽ കയറാൻ വരുന്ന കസ്റ്റമറോട് പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം കയറ്റാൻ തുടങ്ങി. അത് എല്ലാ റെസ്പെക്റ്റോട് കയറ്റി ഉടനെ തന്നെ അദ്ദേഹത്തിന് എന്താണോ ആവശ്യമുള്ളത്, ഒരു കുപ്പി നല്ല മിനറൽ വാട്ടർ, അതേപോലെ തന്നെ ഒരു പല ന്യൂസ് പേപ്പർ, അതിൽ ഇംഗ്ലീഷ് അടക്കമുള്ള ന്യൂസ് പേപ്പർ ഒക്കെ എടുത്തു വെക്കാൻ തുടങ്ങി. അങ്ങനെ കയറുന്ന ആളുകൾ അദ്ദേഹം വളരെ, ഞാനത് ചുരുക്കി പറയുമ്പോൾ വളരെ ആ രൂപത്തിൽ റെസ്പെക്റ്റ് ചെയ്ത് അദ്ദേഹത്തിന് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുകയാണ്. അദ്ദേഹത്തിനോട് മാക്സിമം അദ്ദേഹത്തിനനുസരിച്ച് അവൻ്റെ അടുത്ത് സൈലൻ്റായി, വളരെ പ്ലസൻ്റായി. അദ്ദേഹത്തിന് പത്രങ്ങൾ ഏതെങ്കിലും വേണമെങ്കിൽ അദ്ദേഹത്തിന് ആവശ്യമുള്ളത് എടുക്കാനുള്ള സൗകര്യം കൊടുത്ത് അദ്ദേഹത്തെ യാത്ര അയക്കുകയാണ്. ചെറിയ കാര്യങ്ങൾ, വളരെ ചെറിയ കാര്യങ്ങൾ. അദ്ദേഹം സാധാരണ പത്രം വായിക്കുന്ന പത്രങ്ങളും കുടിക്കുന്ന വെള്ളവും സൗകര്യം ചെയ്തിട്ട് ചെറിയ കാര്യങ്ങളുടെ അദ്ദേഹം ചെയ്ത് മാസങ്ങൾ കഴിഞ്ഞിൽ അദ്ദേഹത്തിൻ്റെ അനുഭവം അമേരിക്കയിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് ഓരോ കോളുകൾ വരികയാണ്. കാരണം യാത്ര ചെയ്തവർ അവരുടെ ഓരോ സന്തോഷങ്ങൾ അറിയിച്ച് അവർ വരാനിരിക്കുന്ന 6 മാസം കഴിഞ്ഞിട്ടുള്ള വരവിൻ്റെ ബുക്ക് ചെയ്തുകൊണ്ട് വലിയ സാമ്പത്തിക ലാഭം, അദ്ദേഹത്തിന് ഒഴിവില്ലാത്ത ഓട്ടം, അത്ര ആത്മബന്ധം. അപ്പോൾ ഈ ചെറിയ കാര്യങ്ങളിലൂടെ അദ്ദേഹത്തിന് കിട്ടിയ ഒരു വലിയ പൈസ, സാമ്പത്തിക ലാഭം മാത്രമല്ല, അതിലപ്പുറം വലിയ ഫ്രണ്ട്ഷിപ്പ്, സമൂഹത്തിൽ ഒരു സന്തോഷം, അല്ലെങ്കിൽ സമൂഹത്തിൽ നല്ലൊരു ഇടപെടൽ നടത്തിയപ്പോഴുണ്ടായ ഒരു ആത്മസായുജ്യം, ഇതൊക്കെ കിട്ടുകയാണ്. അപ്പോൾ ചെറിയ കാര്യങ്ങളിലൂടെ തന്നെ വലിയ ആനന്ദത്തിലേക്ക് നമുക്ക് ഈ പെരുന്നാൾ കൊണ്ട് എത്താൻ കഴിയണം. ഞങ്ങൾ പറഞ്ഞതിൻ്റെ ഇടയിൽ എനിക്കൊരു ഓർമ്മ വന്ന സാധനം വെച്ചാൽ, ഈ ചില ആളുകളൊക്കെ പിന്നെ പറയും, ഇന്നിൻ്റെ പെരുന്നാളിന് മുമ്പ് പെട്ടെന്ന് മരിച്ചിട്ടുണ്ടാവും, ഇക്കൊല്ലം ഞങ്ങൾക്ക് പെരുന്നാളില്ല, അങ്ങനെയൊക്കെ പറയും. സത്യത്തിൽ അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് മതപരമായിട്ടുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു താസിയത്ത് എന്ന് പറയുന്നത് ഒരു 3 ദിവസമാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായി പഠിപ്പിച്ച പരമാവധി ദുഃഖാചരണം എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനപ്പുറത്ത് രണ്ടാമത് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കരിക്കണ പോലെ, നോമ്പെടുക്കണ പോലെ, ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ നോമ്പെടുക്കുന്നുണ്ട്, എന്നാൽ ഞാൻ പെരുന്നാൾ ആഘോഷിക്കണം. അല്ലാതെ ഒരു മാസം മുമ്പ്, ഒരാഴ്ച മുമ്പ് എൻ്റെ മോനോ വാപ്പയോ ഉമ്മയോ മരിച്ചിട്ട് പെരുന്നാളിൻ്റെ ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യരുത്, മാറി നിൽക്കരുത്. എന്നാൽ അതിൻ്റെതായ ദുഃഖം എനിക്ക് ഒരു മനുഷ്യൻ നിലക്കുണ്ടാവും. അപ്പോൾ അത് എന്തായാലും ഉണ്ടാവണം. പക്ഷെ എന്നാലും പിന്നെ ആ വേർപാടിലും, എൻ്റെ നാട്ടിൽ എൻ്റെ മോൻ്റെ വയസ്സ് 10. അപ്പോൾ പിന്നെ എൻ്റെ നാട്ടിൽ എന്ത് വെച്ചാൽ ഒരു പയ്യന് അപ്പോൾ ഒന്ന് പള്ളിയിലേക്ക് പുറപ്പെട്ട് സൈക്കിളിൽ പോയതാന്ന് തോന്നുന്നു. ഒരു ബസ് തട്ടുകയും ബസ്സിൻ്റെ ടയർ അവൻ്റെ ദേഹത്ത് കൂടെ കയറി ഇറങ്ങി മരിച്ചു. 10 വയസ്സുകാരൻ മരിച്ചു. പിന്നെ അവൻ്റെ വല്യപ്പാക്ക് കേട്ട ഉടനെ തന്നെ അറ്റാക്കൊക്കെ വന്നു. അപ്പോൾ ആ ഒരു വീടിൽ നിന്ന് ആലോചിച്ച് നോക്കും, ഒരു മാസത്തിനുള്ളിൽ സംഭവിച്ചാൽ ആ കുട്ടി ഇല്ലാതെ, ആ കുട്ടീൻ്റെ അനിയത്തിക്കും അവൻ്റെ താത്താക്കൊക്കെ ഡ്രസ്സ് എടുക്കുമ്പോൾ ഇവരില്ലാത്ത വീട്ടിൽ പെരുന്നാൾ ആഘോഷിക്കുന്ന മാതാപിതാക്കളുടെ ഒരു അവസ്ഥ.
അപ്പോൾ ഇങ്ങനെ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ ഇതൊന്നും അറിയാതെ പെരുന്നാൾ ആഘോഷിക്കണം. നമ്മൾ പറഞ്ഞു വെക്കണമെന്ന് വെച്ചാൽ ഈ പെരുന്നാൾ ആഘോഷത്തിനിടയിലും ഇങ്ങനത്തെ കുറേ ആളുകളെ നമ്മൾ ഓർക്കണം എന്നുള്ളതാണ്. പിന്നെ എന്നാൽ എനിക്കിപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, എനിക്ക് എൻ്റെ അസുഖമില്ല, സാമ്പത്തിക പ്രശ്നമില്ല, വേണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ 1000 വട്ടം തക്ബീർ ചെല്ലേണ്ടി വരും. എന്നാണ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലേ, വലില്ലാഹിൽ ഹംദ്, അള്ളാഹ്ക്കാണ് സർവ്വസ്തുതി എന്ന് മനസ്സറിഞ്ഞ് പറയാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ്. അതുള്ളവരെന്ത് ചെയ്യണം, ഇതൊരു ആരാധന എന്നുള്ളത് കൂടി പടച്ചോൻ വിധിച്ചൊരു വിധിയാണെന്നുള്ള ഉൾക്കൊള്ളുകൊണ്ടുകൂടി എന്ത് ചെയ്യണം, ഇത് ആഘോഷിക്കും വേണമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരു സൂചിപ്പിച്ച പോലെ തന്നെ ഇതിലൊരു ത്യാഗത്തിൻ്റെ വലിയൊരു കഥ വരുന്നുണ്ടല്ലോ. ഒരു കുടുംബത്തിൻ്റെ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു കുടുംബത്തിൻ്റെ. അപ്പോൾ അതെല്ലാവരെയും കൂട്ടി, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മാത്രമല്ല, എല്ലാവരെയും ഉണർത്തിക്കൊണ്ട് നമുക്ക് കിട്ടിയ ഈ അനുഗ്രഹമാണ് സത്യത്തിൽ നമ്മളെ മക്കൾക്കും എല്ലാവർക്കും. അപ്പോൾ ആ അനുഗ്രഹങ്ങളിൽ നമ്മൾ ഒരു ത്യാഗത്തിൻ്റെ, അത് ചിലപ്പോൾ നമ്മുടെ ഇബാദത്തുകളെ കൊണ്ടായിരിക്കും, തക്ബീറുകളെ കൊണ്ടായിരിക്കും, ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ, മറ്റുള്ളവർക്കുള്ള പ്രവർത്തനങ്ങൾ, ഒന്നുമില്ലെങ്കിൽ പുഞ്ചിരി കൊണ്ടെങ്കിലും. അപ്പോൾ മറ്റുള്ളവർക്ക് നന്മയായി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്നതിൽ നിന്ന് നമ്മൾ അങ്ങനെ മനസ്സുകൊണ്ട് ഒരുങ്ങി തന്നെ അവർക്ക് പ്രയാസം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജാഗ്രതയോട് കൂടിയിട്ടൊക്കെയുള്ള ഒരു പെരുന്നാളാക്കി നമുക്ക് ഈ പെരുന്നാളിനെ ആഘോഷിക്കാൻ നമുക്ക് കഴിയണം. യെസ്. അപ്പോൾ സമയം ഏഷായി തോന്നുന്നു, നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നതേ, നമ്മളെ വിഷയം ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു തന്നതിൻ്റെ ചുരുക്കം, നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുകയും അത് പ്രിയപ്പെട്ടവരുടെ കൂടെ ആഘോഷിക്കാനും, എന്നാൽ നമുക്കിടയിൽ പെരുന്നാളിൻ്റെ ആഘോഷ സന്തോഷത്തിൽ നിന്ന് പിന്നിലേക്ക് പോകുന്ന ആളുകളെ നമ്മളവരെ മനസ്സിലാക്കി അവരെ ചേർത്ത് പിടിക്കാനൊക്കെ നമ്മൾ ശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അവർക്ക് വേണ്ടി വലിയൊരു കാര്യമാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, പ്രാർത്ഥിക്കാം. അപ്പോൾ എന്തായിരുന്നാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും പെരുന്നാൾ ആശംസകൾ നേരെയാണ്. അതോടൊപ്പം തന്നെ ഈ പെരുന്നാളിൻ്റെ ദിവസങ്ങളിൽ പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന, കഷ്ടപ്പാടുന്ന, എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു വിഷമങ്ങളൊക്കെ തീർത്തു തരട്ടെ എന്ന് പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും കാണാം. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.